ഭയങ്കര തട്ടിപ്പ് പരിപാടിയാ. ഇന്നത്തെ വ്ളോഗ് കുറെ ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാക്കിയൊരു ദിവസമായിരുന്നു. എന്താണെന്നല്ലേ പറയാം. അതിനു മുന്നേ ഹേ ബഡീസ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ക്യാപ്ചർ ലൈഫ് ടുഗെദർ. ഒരു ഗേൾസ് ഡേ ഔട്ട് പ്ലാൻ ചെയ്തതാ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട്. എവിടേക്കാ പോന്നെ? നമ്മളിവിടെ ആക്ടിവിറ്റി വർക്ക്ഷോപ്പ്. 2 ആഴ്ചയൊക്കെ തപ്പി തപ്പി ഇരുന്നാണ് ഞങ്ങളൊരു വർക്ക്ഷോപ്പിന് പോവാന്ന് തന്നെ വിചാരിക്കുന്നത്. അങ്ങനെ കുറേ ഓപ്ഷൻസിനുള്ളിൽ സഞ്ചരിച്ച് ഞങ്ങൾ അവസാനം കാൻഡിൽ മേക്കിംഗ് വർക്ക്ഷോപ്പിന് തന്നെ പോവാന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മുഖം കണ്ടാലറിയാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത്. എന്നിട്ടോ എക്സ്പീരിയൻസ് ഭയങ്കര തട്ടിപ്പ് പരിപാടിയാ. ഒരു രക്ഷയില്ല. ആകെ ബീക്കർ എടുക്കുക, വെള്ളം ഒഴിക്കുക, പിന്നെ ഗ്ലിറ്റർ ഇടുക, പിന്നെ സാൻഡ് ബാഗ്സ് ഇടുക. ഇത്രേ ഉള്ളൂ. 5 മിനിറ്റിലെ പരിപാടി. ഓക്കെ, 1 hourന്റെ 1 hour തന്നിട്ട് 5 മിനിറ്റ് പരിപാടി തട്ടിപ്പ് പരിപാടി. ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് വാക്സ്, അതായത് എന്നിട്ട് ഒരു കാൻഡിൽ മേക്കിംഗ് പഠിക്കുക, വാക്സ് ഉരുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നപ്പോ ഫുള്ള് ഒരുമാതിരി ഗ്ലാസ് കൊണ്ടുവച്ചിരിക്കുക. കാൻഡിലിന്റെ പോലും അല്ല അല്ലേ, അതിനകത്ത് ഫോട്ടോ കാണുന്ന പോലെ കാൻഡിലിന്റെ പോലും അല്ല, പ്രോപ്പർ ഒരു ഗ്ലാസ് വെച്ചിരിക്കുക. ഗ്ലാസിനകത്ത് എന്നിട്ടാ ഇതുപോലെ തിരി ഉണ്ടായിരുന്നില്ല അല്ലെ, സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല, റോസ് പെറ്റൽ അതും ഉണ്ടായിരുന്നില്ല. നല്ല ഞങ്ങള് വീക്കെൻഡ് നല്ല സൂപ്പർ അടിപൊളി മേലാ പോരുത്. ഞങ്ങളാണെങ്കിൽ വാക്സ് ഒക്കെ ഉണ്ടാക്കി പഠിച്ച് വലിയ ആൾക്കാരാവാന്നൊക്കെ വിചാരിച്ച് വന്ന ഞങ്ങൾ ആരായി? ശശി. വേറെ ആൾക്കാർ ഇതേപോലെ വന്നു, ക്ലേ മേക്കിംഗ് പോട്രി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പണി കിട്ടി. കുഞ്ഞു പിള്ളേർ ക്ലേയുടെ മോൾഡ് കൊടുത്തുവരിക്കുന്നു. യൂട്യൂബ് നോക്കിയിട്ട് ചെയ്യാൻ. അതെ, യൂട്യൂബ് നോക്കിയില്ല, പിക്ചർ നിങ്ങളൊരു റെഫറൻസ് എടുത്തോ, എന്താന്ന് വെച്ചാ അങ്ങനെ എന്തോ പറഞ്ഞു. അത് ഓൺലൈൻ നോക്കി ചെയ്യുമോ? ഇതിനേലും വേദം നമുക്ക് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതി. ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് ബുക്ക് ചെയ്തത് ബുക്ക് മൈ ഷോ വഴിയായിരുന്നു. ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ പോസ്റ്റിലോ അത് എഴുതിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനായിട്ട് ഒരു മാച്ച് ഉണ്ടായിരുന്നില്ല. നേരിട്ട് വന്ന് അറ്റൻഡ് ചെയ്തപ്പോൾ കുഞ്ഞു കുട്ടികളെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പഠിപ്പിക്കില്ലേ, അതുപോലെയാണ് തോന്നിയത്. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു, അവർക്കും സിമിലർ എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ 2 കൂട്ടരും വർക്ക്ഷോപ്പ് ചെയ്തില്ല. പിന്നെ റീഫണ്ട് ചോദിക്കലായി, വിളിക്കലായി, ആ കമ്പനിക്ക് ഇമെയിൽ അയക്കലായി. അവർ പകരം വേറെ വർക്ക്ഷോപ്പ് തരാമെന്നൊക്കെ പറഞ്ഞു. ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതിയായി. അവസാനം ബുക്ക് മൈ ഷോയ്ക്ക് ഇമെയിൽ അയച്ചിട്ടാണ് ഞങ്ങൾക്ക് റീഫണ്ട് തന്നെ കിട്ടിയത്. അങ്ങനെ ആ വിഷമം മാറ്റാൻ ബോയ്സ് ഡേ ഔട്ടിന് പോയ ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും വിളിച്ച് ബർഗർ കഴിച്ച് ആ വിഷമം അങ്ങോട്ട് മാറ്റി. അങ്ങനെ ഞങ്ങൾ ഇനി പൂനെയിൽ ഒറ്റ വർക്ക്ഷോപ്പിന് പോലും പോവില്ല, ഒക്കെ യൂട്യൂബ് നോക്കി പഠിക്കും എന്ന് വാശിയോടെ ഞങ്ങൾ അവിടം വിട്ടു. അപ്പോൾ ബായ്. ഇനി നമുക്ക് അടുത്ത സൺഡേ കാണാം.